വെൽക്കം ടു നാറ്റമി. എല്ലാവർക്കും NIOS ഒക്ടോബർ ബാച്ചിന്റെ എക്സാം ഓറിയന്റേഷൻ ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കുറച്ച് ദിവസങ്ങളായിട്ട് എക്സാം ഓറിയന്റേഷനിലെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഇനി ഈ ഒരു SSLC നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള മൂന്നാമത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ എങ്ങനെയാണ് നമുക്ക് ഇനി അടുത്ത ഭാഗങ്ങൾ എക്സാമിന് വരിക എന്ന് നോക്കാം. എത്രത്തോളം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട് എന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ചാപ്റ്റർ 13 ദ ലാസ്റ്റ് സ്റ്റോൺ മെഷീൻ എന്ന് പറയുന്ന അധ്യായമാണ്. ഈ ഒരു അധ്യായത്തിൽ നമുക്കറിയാം ഈ അധ്യായം എന്തിനെ കുറിച്ചുള്ള അധ്യായമാണ് എന്നൊക്കെ നമുക്ക് അറിയുന്നതാണ്. നമ്മുടെ നൈറ്റിലുള്ള ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, ഇനി ഇതറിയില്ലെങ്കിൽ ആ ഒരു ക്ലാസ് പോയി കാണുക. അപ്പൊ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നതെന്ന്. ഓക്കെ, അതുപോലെ നമുക്ക് മറ്റൊരു കാര്യമുണ്ട് പറയാൻ. എന്താണ് ഈ ഒരു ലൈവ് ക്ലാസ്സിൽ എക്സാം ഓറിയന്റേഷൻ ലൈവ് ക്ലാസ് ആയതുകൊണ്ട് കൃത്യമായി നിങ്ങളുടെ കയ്യിൽ നോട്ടും പേനയും വേണം. ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതെല്ലാം നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്ക് എന്താകാം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ദ ലാസ്റ്റ് സ്റ്റോൺ മെഷീൻ എന്ന് പറയുന്ന അധ്യായത്തിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളാണ്. ഒന്നാമതായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് വാട്ട് വാസ് ദ ഓൾഡ് മാൻസ് പ്രൊഫഷൻ. നമ്മുടെ ഒരു അധ്യായത്തില് ഒരു ഓൾഡ് മാന്റെ കഥയാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിന്റെ വീട്ടിലെ മറ്റൊരു സെർവന്റ് ആയിട്ടുള്ള ഒരാളുടെയും കഥയാണ് ഈ ഒരു അധ്യായത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഓൾഡ് മാന്റെ പ്രൊഫഷൻ എന്തായിരുന്നു, അതുപോലെ വാട്ട് വാസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ടു ഹിസ് വർക്ക്, അദ്ദേഹത്തിന്റെ വർക്കിനോടുള്ള മനോഭാവം എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് ഓൾഡ് മാന്റെ പ്രൊഫഷൻ? ദ ഓൾഡ് മാൻ വാസ് എ സ്റ്റോൺ മേസൺ. ഓക്കെ, ഒരു കൽപ്പണിക്കാരനായിരുന്നു ആര്? നമ്മളുടെ ഓൾഡ് മാൻ എന്ന് പറയുന്നത്. നമ്മളുടെ ചാപ്റ്ററിന്റെ പേര് എന്താണ്? ദ ലാസ്റ്റ് സ്റ്റോൺ മേസൺ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ നമ്മളുടെ ഈ ഒരു മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ഓൾഡ് മാന്റെ പ്രൊഫഷൻ എന്താണ്? സ്റ്റോൺ മേസൺ ആയിരുന്നു. Then next, he viewed his work with deep passion and reverences. അല്ലെ, അതായത് അദ്ദേഹത്തിന്റെ ജോലിയോട് വളരെ അഗാധമായിട്ടുള്ള ഒരു സിൻസിയാരിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വളരെ പരിഗണിക്കുന്ന, തന്റെ ജോലിയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. Considering it a form of a worship and a way to connect with his divine. ഒരു ദൈവികമായിട്ടുള്ള ഒരു ജോലിയായിട്ട് അദ്ദേഹം ആ ഒരു രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ജോലിയെ അദ്ദേഹം ഏറ്റെടുത്തിരുന്നു. അതെല്ലാം ഒരു ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണെന്നും ഒരു ആരാധനയാണെന്നൊക്കെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവര് തലമുറയായിട്ട് അങ്ങനെ പിന്തുടർന്നു പോരുന്ന ഒരു കാര്യമായിരുന്നു എന്ത്? ശില്പം ഉണ്ടാക്കുക, അത് വിൽക്കുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് തന്റെ ജോലിയോട് വളരെയധികം ഇഷ്ടവുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ പോലെ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ മകൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു കഥയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? വാട്ട് വാസ് ദ ഓൾഡ് മാൻസ് പ്രൊഫഷൻ? ഓൾഡ് മാന്റെ പ്രൊഫഷൻ എന്തായിരുന്നുവെന്നും ഓൾഡ് മാൻ തന്റെ ജോലിയോട് എത്രത്തോളം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഓൾഡ് മാന്റെ പ്രൊഫഷൻ? ദ ഓൾഡ് മാൻ വാസ് എ സ്റ്റോൺ മേസൺ. ഒരു കൽപ്പണിക്കാരൻ എന്ന് പറഞ്ഞാൽ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി അത് വിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഓൾഡ് മാൻ എന്ന് പറയുന്നത്. അദ്ദേഹം തന്റെ ജോലിയോട് വളരെയധികം ഇഷ്ടമുള്ള വ്യക്തിയും തന്റെ ജോലിയെ ആത്മാർത്ഥമായി തന്റെ ജോലിയിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയുമായിരുന്നു. ഒരു ദൈവികമായിട്ടുള്ള ഒരു ആരാധനയായിട്ട്, ഒരു വർഷിപ്പായിട്ട് അത് കണ്ടിരുന്നു, നമ്മുടെ ഓൾഡ് മാൻ കണ്ടിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രഡീഷണൽ ടെമ്പിൾ കാർവിംഗ് ആണ്. ഓക്കെ, അതായത് പരമ്പരാഗതമായി അവരൊക്കെ എന്താണ് അമ്പലത്തിലൊക്കെ ഇങ്ങനെയുള്ള ശില്പങ്ങൾ ഉണ്ടാക്കി വെക്കുക, അവിടെ വിൽക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ജോലി. ഓക്കെ, അതിൽ കിട്ടുന്ന എത്ര തുച്ഛമായ വരുമാനമായാലും അത് മതി തനിക്ക് ജീവിക്കാൻ എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു ആര്? നമ്മുടെ ഓൾഡ് മാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഡിഡ് ദ യങ് മാൻ ത്രൂ ഹിസ് ഹാമർ ആൻഡ് ചൈസൽ ടു ദ ഗ്രൗണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് അതിന് ആൻസർ? എന്താണ്? The young man likely did this express his frustration and anger. Okay, he felt trapped in career he considered unrewarding and unfulfilling, seeing it has a dead end path with a financial security. അതായത് യങ് മാൻ എന്ന് പറഞ്ഞാൽ ആരാ? ഈ ഓൾഡ് മാന്റെ മകനാണ് യങ് മാൻ എന്ന് പറയുന്നത്. യങ് മാന്റെ ഈ ഒരു ഹാമർ അദ്ദേഹം എന്തിനാണ് ഗ്രൗണ്ടിലേക്ക് എറിഞ്ഞത്? ഓക്കെ, അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹത്തിന് ഈ ഒരു തന്റെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ജോലിയോട് തീരെ താല്പര്യമുള്ള വ്യക്തി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ താൻ അച്ഛൻ ചെയ്ത ഈ ഒരു ജോലി താൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിന് പെട്ടെന്ന് എന്താവണമായിരുന്നു? ഒരു പണക്കാരനാകണമായിരുന്നു. കാലാകാലവും ഒരു കൽപ്പണിക്കാരനായാൽ, ഒരു ശില്പം ഉണ്ടാക്കി വിൽക്കുന്ന ആളായി കഴിഞ്ഞാൽ തനിക്ക് എന്താവില്ല, മുന്നോട്ടൊരു ജീവിതം ഉണ്ടാവുകയില്ല, സാമ്പത്തികമായിട്ട് ഭദ്രത ഉണ്ടാവില്ല എന്ന് തന്റെ അച്ഛനോട് പറയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഒക്കെ അദ്ദേഹം കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് താൻ ഈ ഒരു ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ തന്റെ അച്ഛനക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ ഉണ്ടാകുന്നത്.
Then next പറയുന്നത് എന്താണ്? In text questions ആണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. What is the similarity between morning time of the day and okay. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് what was the young man's opinion about his father's work? Okay. ഈ നമ്മുടെ യങ് മാനിന് എങ്ങനെയാണ് തന്റെ ജോലിയോട് ഉണ്ടാകുന്ന മനോഭാവം എന്തൊക്കെയാണ്, തന്റെ അച്ഛന്റെ ജോലിയോടുള്ള മനോഭാവം എന്തൊക്കെയാണെന്നും ഡു യു തിങ്ക് ഈസ് വാസ് റൈറ്റ്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവൻ പറയുന്നതാണ് ശരിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദ യങ് മാൻ ഡിസ്വാല്യൂഡ് ഹിസ് ഫാദേഴ്സ് വർക്ക്. ഓക്കെ, നമ്മുടെ യങ് മാന് തന്റെ അച്ഛന്റെ ജോലിയോട് ഒരു വിലയും ഉണ്ടായിരുന്നില്ല. ഓക്കെ, വളരെയധികം തന്റെ അച്ഛൻ ചെയ്തിരുന്ന ജോലിയോട് പുച്ഛത്തോടെയായിരുന്നു മകൻ കണ്ടിരുന്നത്. മാത്രമല്ല ഡിസ്മിസിംഗ് ഇറ്റ് ആസ് എ അൺപ്രോഫിറ്റബിൾ ആൻഡ് ഔട്ട്ഡേറ്റഡ്. ഓക്കെ, ഇതെല്ലാം എടുത്തു മാറ്റേണ്ടതാണ്, ഇതൊക്കെ പഴയൊരു ജോലിയാണെന്നും തനിക്ക് ഇതുകൊണ്ടൊരു ലാഭമില്ല എന്നൊക്കെ അച്ഛനോട് പറയുകയുണ്ടായി. He saw it as a clinging to the past will the world moved on more lucrative opportunities. അല്ലേ, ലോകത്ത് മുഴുവനും എല്ലാവരും പുതിയ പുതിയ അവസരങ്ങൾ തേടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഈ ഒരു ജോലിയിൽ അച്ഛൻ മുഴുകുന്നത് മകൻക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. Whether he was right depends on individual perspective and values. Okay, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. അതുപോലെ ഒരു സ്വന്തം കാര്യങ്ങൾ മാത്രം, സ്വന്തം വ്യക്തിത്വ ജീവിതങ്ങൾ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നതാണ്. The story presents both sides of the argument. ഈ ഒരു കഥയിലെ രണ്ട് ഭാഗങ്ങളും നന്നായിട്ട് പറയുന്നുണ്ട്. ലീവിംഗ് റൂം ഫോർ ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, അതായത് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. Then next question എന്ന് പറയുന്നത് what did Gopal suggest to his father? ഓക്കെ, ഗോപാൽ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ യങ് മാന്റെ നെയിം. ഓക്കെ, അപ്പൊ നമ്മുടെ യങ് മാന്റെ നെയിം എന്താ? ഗോപാൽ എന്നുള്ളതാണ്. ഗോപാലിന്റെ സജഷൻസ് എന്തൊക്കെയായിരുന്നു, അദ്ദേഹത്തിന്റെ അച്ഛനോട് പറഞ്ഞത് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? വാട്ട് വാസ് ഹിസ് ഫാദേഴ്സ് റെസ്പോൺസ്? അപ്പോ അദ്ദേഹത്തിന്റെ അച്ഛന്റെ റെസ്പോൺസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. Gopal suggested adapting their craft to modern times, carving souvenirs for tourists to earn more income. The old man vehemently disagreed, considering it scandalous and betrayal of their artist heritage. തന്റെ മകൻക്ക് ഈ ഒരു ജോലി ഒന്നുകൂടി മോഡേൺ ആയിട്ട് മാറ്റം വരുത്തിയിട്ട് നല്ല രൂപത്തിൽ ടൂറിസ്റ്റുകൾക്കൊക്കെ ഉപകരിക്കുന്ന രൂപത്തിലാക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ അച്ഛന്റെ കാഴ്ചപ്പാടനുസരിച്ച് അച്ഛൻ ഒരു മതാചാരമായിട്ടുള്ള ദൈവങ്ങളെ ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതായിരുന്നു ആരുടെ താല്പര്യം? അച്ഛൻക്ക് അത് തന്നെയാണ് വേണ്ടത്. പക്ഷെ മകൻക്ക് നല്ല കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെയാണ് മകന്റെ താല്പര്യം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു രീതി. അദ്ദേഹം പറയുന്നുണ്ട് ഹിസ് പ്രയോറിറ്റൈസ് ആർട്ടിസ്റ്റ് ഇന്റഗ്രിറ്റി ആൻഡ് സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് ഓവർ ഫിനാൻഷ്യൽ ഗെയിൻ. സാമ്പത്തിക നേട്ടത്തെക്കാളും അദ്ദേഹത്തിന് വേണ്ടത് ആത്മീയമായിട്ടുള്ള പുരോഗതിയാണെന്നൊക്കെ ഇതിലൂടെ പറയുന്നുണ്ട് എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓൺ ദ ബേസിസ് ഓഫ് യുവർ ചാപ്റ്റർ. ഓക്കെ, അതായത് നമ്മുടെ ദ ലാസ്റ്റ് സ്റ്റോൺ മേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അനുസരിച്ച് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് സാലിം കൺസേൺ അബൌട്ട്? നമ്മുടെ സാലിം എന്തിനെ കുറിച്ചാണ് കൺസേൺഡ് ആയിരുന്നത്? സാലിം വാസ് ലൈക്ലി കൺസേൺഡ് അബൌട്ട് ദ ഓൾഡ് മാൻസ് ഹെൽത്ത് ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ്സ്. He saw the masterly exhausted and had broken after his son's departure. അതായത് നമ്മുടെ ഈ ഒരു സാലിം എന്ന് പറയുന്നത് അവിടുത്തെ സെർവന്റ് ആണ്, നമ്മുടെ ഓൾഡ് മാന്റെ സെർവന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സെർവന്റ് ഈ ഒരു ഓൾഡ് മാന്റെ മകൻ അദ്ദേഹത്തെ വിട്ടു പോയപ്പോ സാലിം ഒരുപാട് വരീഡായി. കാരണം തന്റെ മാസ്റ്റർ ജി ഒരുപാട് ദുഃഖിതനാണെന്നും മകന്റെ വേർപാടില് ഒരുപാട് ദുഃഖിതനാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്റെ ഈ ഒരു യജമാനെ സഹായിക്കാൻ നിൽക്കുകയാണ് ആര്? നമ്മുടെ സാലിം എന്ന് പറയുന്ന സെർവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹിസ് വോയിസ് റിഫ്ലക്റ്റഡ് ജെന്യുവൻ ഫിയർ ഓഫ് ഹിസ് വെൽ ബീയിങ്. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന്, ആരോഗ്യ പൂർണ്ണതയോടുകൂടിയുള്ള തിരിച്ചുവരവിന് നമ്മുടെ സാലിം ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു വാസ് സാലിം? സാലിം ആരായിരുന്നു? സാലിം ആരാന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഓർമ്മയുണ്ടല്ലോ. സാലിം ആൻഡ് വാട്ട് വാസ് ഹിസ് റിലേഷൻ ടു ദ ഓൾഡ് മാൻ? ഓൾഡ് മാനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം എന്തായിരുന്നു എന്നതാണ്. സാലിം വാസ് എ ഓൾഡ് മാൻസ് യങ് സെർവന്റ് ബോയ്. ഓക്കെ, ഈ ഓൾഡ് മാന്റെ ഒരു സെർവന്റ് ബോയ് ആയിരുന്നു ആര്? സാലിം എന്ന് പറയുന്നത്. ഓക്കെ, ഹി ഹാഡ് ബീൻ അസിസ്റ്റന്റ് ദ മാസ്റ്റർ ജി. നമ്മുടെ ഈ ഒരു മാസ്റ്റർ ജിയെ, ഓൾഡ് മാനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? നമ്മുടെ സാലിം എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് ഡയറി ടാസ്ക് ഫോർ സം ടൈംസ്. പലപ്പോഴായിട്ടും നമ്മുടെ ഈ ഒരു മാസ്റ്റർ ജിയെ, ഓൾഡ് മാനെ ഡയറി ടാസ്കുകൾക്കൊക്കെ സഹായിക്കുന്നത് ആരാണ്? ഈ ഒരു സാലിം എന്ന് പറയുന്ന സെർവന്റ് ബോയ് ആണ്. Likely, yes, as story mentioned 2 years of his
സീക്രട്ട് പ്രാക്ടീസ്. ഓക്കെ, ഒരുപാട് രഹസ്യമായിട്ടുള്ള പ്രാക്ടീസുകളൊക്കെ ലഭിച്ചിട്ടുള്ള ആരാണ്, വ്യക്തിയാണ് ആര്, സാലിം എന്ന് പറയുന്ന ഈ ഒരു ബോയ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വാസ് ദ ഓൾഡ് മാൻ വറീഡ് അബൌട്ട്? ഈ ഓൾഡ് മാൻ എന്തിനെ കുറിച്ചാണ് വറി ആയിട്ടുള്ളത്, ഇതിനെ കുറിച്ചാണ് സങ്കടപ്പെടുന്നത്? The old man was worried about several things. ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ ഈ ഓൾഡ് മാൻ വറീഡ് ആയിരുന്നു എന്നുള്ളതാണ്. കംപ്ലീറ്റിംഗ് ദ രാധാകൃഷ്ണ സ്കൾപ്ചർ. അദ്ദേഹം തന്റെ ഒരു അവസാനത്തെ വർക്കായിരുന്നു എന്ത്, രാധാകൃഷ്ണയുടെ ഈ ഒരു രൂപം ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷെ അത് അതിന് സാധിക്കുന്നില്ല. വിത്തൗട്ട് ഹിസ് സൺസ് ഹെൽപ്പ്. ഓക്കെ, ഒരു തന്റെ മകന്റെ സഹായമില്ലാതെ അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. The deepening interest in traditional art and the potential extension of their family legacy. Okay, തന്റെ കുടുംബപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നിലനിൽക്കെ അദ്ദേഹം തന്റെ ഈ ഒരു ജോലിയോട് തന്നെ കൂറ് പുലർത്തുകയും എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യുമ്പോൾ മകൻ അത് ഇട്ടെറിഞ്ഞു പോവുകയാണ്, ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ സാമ്പത്തിക ലാഭം മാത്രം നോക്കിയിട്ട് അച്ഛനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ കാണിക്കുന്നത്. Okay, why did he wish Gopal was with him? തന്റെ മകനായിട്ടുള്ള ഗോപാൽ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചത് കൊണ്ടാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. He wished Gopal was with him because his son represented hope for the future of their craft. Okay, അദ്ദേഹം അച്ഛന് മകൻ എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? തന്റെ പരമ്പരാഗതമായിട്ടുള്ള ഈ ഒരു കലാ വൈഭവം തന്റെ മകനും കൊണ്ട് നടക്കണമെന്ന് അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, ഈ അച്ഛന്മാർ തുടങ്ങിയിട്ടുള്ള വർക്കായിരുന്നു ഈ അച്ഛന് കിട്ടിയിട്ടുള്ളത്. അപ്പം തന്റെ മകനും തന്നെ പോലെ ഒരു സ്റ്റോൺ മേസൺ ആവണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, ഒരു കൽപ്പണിക്കാരനാകണം, ഒരു ശില്പി ആകണമെന്നൊക്കെ തന്റെ മകനെ കുറിച്ചും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അച്ഛന്. അതുകൊണ്ടാണ് അച്ഛൻ എന്താഗ്രഹിച്ചത്, ഈ ഒരു മകൻ ഗോപാൽ എന്ന് പറയുന്ന മകൻ തന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദ ഫ്രേസ് ഇറ്റ് കംസ് ഫ്രം സംവെയർ ഡീപ് ഇൻസൈഡ് യു എന്നുള്ളത്. ഈ ഒരു ഫ്രേസിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നതാണ്. ദ മീൻസ് ദാറ്റ് ട്രൂ ആർട്ടിസ്റ്റ് പാഷൻ ആൻഡ് ടാലന്റ് ആർ നോട്ട് ഇൻഹെറിറ്റഡ് ഫോർ ലേൺഡ്. ഓക്കെ, പരമ്പരാഗതമായി പഠിക്കേണ്ടതല്ല എന്ത്, കല എന്നുള്ളത്. ഓക്കെ, മാത്രമല്ല ബട്ട് റാദർ സ്റ്റം ഫ്രം ഇന്നേറ്റ്. ഓക്കെ, ഇന്നൈറ്റ് കഴിവിനേക്കാളും ജന്മനാൽ ലഭിക്കുന്ന കഴിവിനേക്കാൾ ഉപരി ഇന്റേണൽ ഡ്രൈവ് ദാറ്റ് കമ്പൽസ് ഓൺ ക്രിയേറ്റ്. അല്ലെ, തന്റെ ഉള്ളിലുള്ള കഴിവുകളെ വാർത്തെടുക്കേണ്ടത് പരിശീലനത്തിലൂടെയാണ്. ഒരുപാട് പ്രാക്ടീസ് നൽകിയിട്ടാണ് തന്റെ ഉള്ളിലുള്ള കഴിവുകൾ വാർത്തെടുക്കേണ്ടത്. എല്ലാവർക്കും പരമ്പരാഗതമായിട്ടുള്ള ജോലികൾ ചെയ്യാൻ താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ടും പല ആളുകൾക്കും എന്ത് കൊടുക്കണം, അതിനനുസരിച്ചുള്ള പ്രാക്ടീസുകൾ കൊടുക്കേണ്ടതുണ്ട് എന്നതാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇമാജിൻ യുവർ സാലിം. ഓക്കെ, നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങളാണ് സാലിം. സാലിം ആരാണ്? അവിടുത്തെ സെർവന്റ് ബോയ് ആണ്. നിങ്ങളൊരു സാലിമാണെന്ന് സങ്കല്പിക്കുക. ദെൻ യു സെർവ്ഡ് ദ ഓൾഡ് മാൻ ആഫ്റ്റർ ഹിസ് സൺ ലെഫ്റ്റ് ഹിം. അദ്ദേഹത്തെ, നമ്മുടെ ഓൾഡ് മാനെ നിങ്ങൾ സഹായിക്കുകയാണ്. എപ്പോഴും സഹായിക്കുന്നത്, തന്റെ മകൻ, ഓൾഡ് മാന്റെ മകൻ അദ്ദേഹത്തെ വിട്ടുപോയപ്പോൾ നിങ്ങളാണ് ആ ഒരു ഓൾഡ് മാനെ സഹായിക്കുന്നത്. വാട്ട് ഇൻസ്പയർഡ് യു ടു ഹെൽപ്പ് ഹിം? എന്തായിരിക്കും നിങ്ങളെ അദ്ദേഹത്തെ സഹായിക്കാൻ പ്രചോദിപ്പിച്ചിട്ടുണ്ടാവുക? എന്തൊക്കെയായിരിക്കും? എക്സ്പ്രസ് യുവർ സെൽഫ് 15 or 16 വേർഡ്സ്. ഓക്കെ, നിങ്ങൾ സ്വയം ഈ കാര്യങ്ങൾ എന്താക്കുക, 50 or 60 വേർഡ്സിൽ എന്താക്കുക എഴുതാനാണ് പറയുന്നത്. ആൻസർ എന്ന് പറയുന്നത് മാസ്റ്റർ ഈസ് ഗ്രീഫ് ആഫ്റ്റർ ഗോപാൽസ് ഡിപ്പാർച്ചേഴ്സ്. ഓക്കെ, നമ്മുടെ മാസ്റ്ററിന്റെ ദുഃഖം എന്ന് പറയുന്നത് ഗോപാലിന്റെ ഡിപ്പാർച്ചർ ആണ്. ഗോപാൽ അദ്ദേഹത്തെ വിട്ടുപോയി എന്നുള്ളതാണ്. സ്ട്രക്ക് എ ചോർഡ് ഇൻ മീ. ഓക്കെ, അതെല്ലാം തന്റെ ഉള്ളിലുണ്ട്. Seeing his passion and traditional threat and pained me. Okay, അദ്ദേഹത്തിന്റെ ഉള്ളിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ആ ഒരു ആഗ്രഹം, തന്റെ മകൻ എന്താവണം, ഒരു സ്റ്റോൺ മേസൺ ആവണം, അല്ലെങ്കിൽ ഒരു കൽപ്പണിക്കാരനാകണം, ഒരു ശില്പി ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്യുന്നുണ്ടോ? മകൻ താല്പര്യമില്ല. പക്ഷെ ആ ഒരു ഉത്തരവാദിത്വം ആര് ഏറ്റെടുക്കുകയാണ്? നമ്മളുടെ സാലിം എന്ന് പറയുന്ന ആൾ ഏറ്റെടുക്കുകയാണ്. ഇപ്പൊ നമ്മളാണ് സാലിം, അല്ലെ? I had always admired his art, yearning to learn beyond sweeping floors. Serving him tea felt insufficient. I had to help him somehow. His devotion on his craft inspired me to reveal my own, hoping to ease his burden and keep the fire of his legacy burning. Okay, ഇതൊക്കെയാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് പറഞ്ഞത് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസുകളാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. Who do you think put the old man on the cot? Okay, ആരാണ് നമ്മളുടെ ഈ ഓൾഡ് മാനെ ഇവിടെ പിടിക്കുന്നത്? മോസ്റ്റ് ലൈക്ലി സാലിം put the old man on the cot after finding him unconscious. The story mentions Salim's presence and concern, placing him the best position to help. Okay, നല്ലൊരു സാഹചര്യത്തിലാണ് തന്റെ യജമാനനെ സാലിം സഹായിച്ചിട്ടുള്ളത്. മകൻ
ഡിപ്പാർച്ചർ ആയപ്പോ, അദ്ദേഹത്തെ വിട്ടുപോയപ്പോ തന്റെ യജമാനെ എല്ലാ വിധത്തിലും താങ്ങും തണലുമായിട്ടുള്ളത് ആരായിരുന്നു? സാലിം ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് വാട്ട് വാസ് ദ ഓൾഡ് മാൻസ് ഫസ്റ്റ് തോട്ട് അപ്പോൺ ഹിസ് ഹിയറിംഗ് ദ ഹാമറിംഗ്. ഓക്കെ, ഈ മകൻ വിട്ടുപോയപ്പോ തന്റെ അച്ഛനായി കരഞ്ഞ് ബോധരഹിതനായി വീഴുകയാണ്. പിന്നീട് അദ്ദേഹം ഉണരുന്നപ്പോഴാണ് ഹാമർ ശബ്ദം കേട്ടിട്ടാണ്, അല്ലെ, ഒരു ടിക് ടിക് എന്നുള്ള ശബ്ദം കേട്ടിട്ടാണ് ആര് ഉണരുന്നത്? ഓൾഡ് മാൻ ഉണരുന്നത്. ഈ ഒരു ഓൾഡ് മാൻ ഈ ശബ്ദം കേട്ടപ്പോ എന്തൊക്കെയാണ് ചിന്തിച്ചത് നോക്കാം. He initially thought his son Gopal had returned and come back to help him finish the sculpture. Okay, തന്റെ ഈ പകുതിയാക്കി വെച്ചിട്ടുള്ള ഈ സ്കൾപ്ചർ പൂർണ്ണമാക്കാൻ വേണ്ടി തന്റെ മകൻ എത്തിയിട്ടുണ്ട്. അപ്പോ ആ ഒരു സന്തോഷത്തിലാണ് ആര് കണ്ണു തുറന്നിട്ടുള്ളത്? ഈ ഓൾഡ് മാൻ കണ്ണു തുറന്നിട്ടുള്ളത്. മാത്രമല്ല, this reflects his longing for Gopal's involvements and his faith in their family tradition എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ തന്റെ മകൻ തിരിച്ചു വന്നു എന്നുള്ള ഒരു ഉത്സാഹത്തോടു കൂടിയാണ് തന്റെ ഓൾഡ് മാൻ കണ്ണു തുറക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, why did the old man admire Salim? ഓക്കെ, എന്തുകൊണ്ടാണ് ഓൾഡ് മാൻ സാലിമിനെ അഡിക്റ്റ് ആയത്? എന്തുകൊണ്ടാണ് അത്ര കടപ്പെട്ടത്? എന്തുകൊണ്ടാണ്? The old man admired Salim's natural talent and dedication to stone carving. മാത്രമല്ല, he recognized Salim's raw ability and passion. Sometime he saw absent in his own son. Okay. Next, why did the old man believe he couldn't teach Salim? എന്നുള്ള 4 ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ എന്താണ് ഇതിന് ആൻസർ എന്ന് പറയുന്നത്? He believed true artist talent cannot be forced to taught by but must come from within. He saw Salim's skills innate and recognized that any instruction would be redundant എന്നുള്ളതാണ്. അതായത് തന്റെ പണി, തന്റെ ജോലി മുഴുവനും അദ്ദേഹം തീർത്തിട്ടും തന്റെ ഓൾഡ് മാൻ സാലിമിന് ഒരു ജോലി അറിയുമെന്ന് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. തന്റെ സെർവന്റ് ആയിട്ടുള്ള സാലിമിന് ഈ ഒരു ജോലിയെ കുറിച്ച് ധാരണയുണ്ട് എന്നുള്ളതിനെ പറ്റി ആരും ചിന്തിച്ചിട്ടില്ല? നമ്മളുടെ ഓൾഡ് മാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഈ ബിലീവ് ട്രൂ ആർട്ടിസ്റ്റ് ടാലന്റ് കനോട്ട് ബി ഫോഴ്സ്ഡ് ടോട്ട്. ഒരു ശരിയായിട്ടുള്ള ആർട്ടിസ്റ്റിന് മാത്രമാണ് ഈ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മുഴുവനാക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ ആര് വിശ്വസിച്ചിരുന്നു? നമ്മളുടെ വ്യക്തി അങ്ങനെ ഒരു ബിലീവിലായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു 13ാമത്തെ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള അധ്യായം ഏതാണ്? ചാപ്റ്റർ 14 സ്റ്റീലിംഗ് ആൻഡ് അറ്റോൺമെന്റ് എന്ന് പറയുന്ന അധ്യായമാണ്. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ടു ഓൾ.